സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് ട്രോളിംഗ് ഏർപ്പെടുത്തുക. തീരദേശ ജില്ലകളിൽ കൺട്രോൾ റൂമുകൾ തുറന്നു. നീണ്ടകരയിൽ നിന്ന് സുജിത് സുരേന്ദ്രൻ തത്സമയ വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് സുജിത് സുരേന്ദ്രൻ. പറയൂ, ഇവിടെ ട്രോളിംഗ് നിലവിൽ വന്ന് രാത്രി മുതലല്ലേ വരിക? എന്താണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്? ഗുഡ് മോർണിംഗ് എസ്കേൻ. ഇനിയുള്ള 52 ദിവസങ്ങൾ നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വറുതിയുടെ നാളുകളാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമല്ല, മത്സ്യത്തൊഴിലാളികളോടൊപ്പം തന്നെ അനുബന്ധ തൊഴിൽ ചെയ്യുന്നവർക്കും ഇതൊരു വലിയ ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ കാലാവസ്ഥാ വ്യതിയാനം അടക്കം നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു. അതിനോടൊപ്പം ചേർന്നുകൊണ്ട് ഈ ട്രോളിംഗ് നിരോധനം കൂടി വരുമ്പോൾ അവരെ കൂടുതൽ ദുരിതത്തിലാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇവർക്ക് വേണ്ടുന്ന ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. ഒപ്പം ഇവർക്കുള്ള സൗജന്യ റേഷൻ വിതരണം അടക്കം കൃത്യമായി സമയബന്ധിതമായി നൽകുമെന്നും നമ്മുടെ സംസ്ഥാന ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെ പറയുന്നുണ്ട്. നമുക്കറിയാം, കാണുന്നുണ്ട്, മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെ നമ്മുടെ വള്ളങ്ങളൊക്കെ തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു. മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെ കരയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനിയും വലിയ വള്ളങ്ങൾ എത്താനുണ്ട്. ആ വള്ളങ്ങളൊക്കെ തന്നെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ തീരത്തേക്ക് എത്തും. അതിനുശേഷം ആ മത്സ്യത്തൊഴിലാളികൾ, നമ്മുടെ ഈ കേരളത്തിൽ പണിയെടുക്കുന്ന കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ഏറെയും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. അവരൊക്കെ തന്നെ നാടുകളിലേക്ക് മടങ്ങും. പിന്നീട് നമ്മുടെ ഈ വള്ളങ്ങളുടെയൊക്കെ ചെറിയ പണികൾ തീർക്കുകയും വലകളുടെ അറ്റകുറ്റപ്പണികളൊക്കെ തീർക്കുന്ന ഒരു സമയമായിരിക്കും ഇനിയുള്ള അങ്ങോട്ട്. അതേസമയം ഇന്ന് മുതൽ തന്നെ ഇന്ന് ഈ അർദ്ധരാത്രിയോടെ ഈ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നാലും നമ്മുടെ പരമ്പരാഗത വള്ളങ്ങൾക്ക് കടലിൽ പോകാൻ സാധിക്കും. ഈ ചെറുവള്ളങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടാകില്ല. അവർക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്തുന്നതിനുള്ള സൗകര്യം ഉണ്ടാകും. പക്ഷേ ഡീസൽ ബങ്കുകൾക്കൊക്കെ തന്നെ നിയന്ത്രണം ഉണ്ടാകും. ആ ഡീസൽ ബങ്കുകളൊക്കെ തന്നെ അടഞ്ഞുകിടക്കും. ചെറുവള്ളങ്ങൾക്കുള്ള ഡീസലൊക്കെ നൽകുകയും ചെയ്യും. ഈ ട്രോളിംഗ് കാലയളവിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ബോട്ടുകളൊക്കെ ഈ പരിധി ലംഘിച്ചുകൊണ്ട് കടക്കാതിരിക്കുന്ന, ഈ നമ്മുടെ തീരത്തേക്ക് കടക്കാതിരിക്കാനുള്ള ഒരു നിരീക്ഷണമൊക്കെ തന്നെ ശക്തമാക്കും. അതുപോലെ തന്നെ ഈ ട്രോളിംഗ് ഈ നമ്മുടെ ഈ കേരളത്തിലെ ഈ ഒരു ട്രോളിംഗ് നിരോധനം അശാസ്ത്രീയമാണെന്നൊരു ആക്ഷേപമൊക്കെ തന്നെ ബോട്ടുടമകൾ ആരോപിക്കുന്നുണ്ട്. കാരണം ഈ ഒരു മത്സ്യപ്രജനന സമയം അത് മറ്റ് തീരങ്ങളിൽ നിന്നുള്ള മീനുകൾ ഇവ മറ്റ് തീരങ്ങളിലേക്ക് ഒഴുകിപ്പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ട്രോളിംഗ് നിരോധനം പരിഷ്കരിക്കണമെന്നുള്ളൊരു ആവശ്യമൊക്കെ തന്നെ അവർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും നമ്മുടെ തീരത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരികയാണ്. മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെ വലിയ വിഷമത്തിലാണ്. ചേട്ടാ, ഈ ട്രോളിംഗ് നിരോധനം വരികയാണ്. നമ്മുടെ കാലാവസ്ഥയൊക്കെ മീനിനുള്ള കുറവൊക്കെ വരുത്തിയിരുന്നു. എങ്ങനെയാണ് ഇന്നിപ്പോ ഒതുക്കുക, ബോട്ടുകളെല്ലാം ഇന്ന് ഒതുക്കുക. അത് കാരണം വെച്ചാൽ എല്ലാം കയറും, ബോട്ടുകളെല്ലാം കയറും. മീനുമൊക്കെ കുറവ് തന്നെയാണ്. എന്തായാലും ഇവര് ഈ ട്രോളിംഗ് നിരോധനം ഇവർക്ക് വലിയ ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെങ്കിലും ഈ 52 ദിവസം കഴിഞ്ഞ് കടലിലേക്ക് പോകുമ്പോൾ കൈ നിറയെ കാശും വല നിറയെ മീനും ഒക്കെ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അവരുള്ളത്. എസ് കെ.